ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. മസാല നല്ലോണം പിടിക്കും. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ സമയത്ത് മസാല നല്ലോണം പിടിക്കും. വലിയ കഷ്ണങ്ങളാണെങ്കിൽ മസാല പിടിക്കും, എന്നാൽ ഇത്രയും നമ്മൾക്കത് പിടിക്കില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ 2 പ്രാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകുക. ഇപ്പോൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് നമ്മൾക്ക് വിസിലടുപ്പിക്കാം. ഞാനിവിടെ 8 വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത്. ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ബീഫിൽ വെള്ളം നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം കുക്കറിലിട്ടാൽ മതി. വെള്ളം ചേർക്കരുത്. അത് എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയിൽ നല്ലോണം നമ്മൾ ഇത് വെന്ത് വരുമ്പോൾ സമയത്ത് അതിൽ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വെള്ളം കൂടി വരും. ഇനി ഇതിലേക്ക് ഇടുന്നത് നമ്മൾ ഇഞ്ചിയാണ്. ഒരു കഷ്ണം ഇഞ്ചി നല്ലോണം ചതച്ചതാണ്. ഇനി ഇതിൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കർ നല്ലോണം അടച്ചിട്ട് ഇനി നമ്മൾ വേവിക്കാൻ വയ്ക്കുക. ഇതിനുള്ള മസാലകൾ നമ്മൾ ഇന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം 1 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ബീഫ് മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അത് നമ്മൾ ബീഫ് വേകാൻ വയ്ക്കുമ്പോൾ സമയത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ടാണ് ഇത് കുറച്ചത്. മസാല നല്ലോണം ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുക. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, 2 തക്കാളി, 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം. ഞാൻ 6 കറാമ്പും എടുത്തിട്ടുണ്ട്. 2 ചെറിയ ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിൽ കുറച്ച് കുരുമുളക് പൊടി വെച്ചിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അത് എത്രയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂണ് ഉലുവ, പിന്നെ കുറച്ച് തേങ്ങ കൊത്ത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 10 അല്ലി നമ്മുടെ വെളുത്തുള്ളി ചതച്ചത്, 2 കൊത്ത് കറിവേപ്പില. ഇപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറി വയ്ക്കാം. നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ സമയത്ത് പെരിഞ്ജീരകം ഇടുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉലുവ തട്ടി കൊടുക്കുക. ഇനി സവാള ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം തോന്നി വരുന്നവർക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക.
ഉള്ളി നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇടാം. ഇനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് തേങ്ങ കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമുള്ള ഉപ്പ് അത് നോക്കി ഇട്ട് കൊടുക്കുക. കറാമ്പൂവും പട്ടയും ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി ഇടാം നമുക്ക്. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല മണത്തിന് വേണ്ടിയാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ച മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി അതിലേക്ക് ഇടുക. നമ്മളിട്ട മസാലയൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. വേവിക്കാൻ വെച്ച ബീഫ് റെഡിയായോന്ന് നമുക്ക് തുറന്ന് നോക്കാം.
നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് മൂടി വയ്ക്കാം, നല്ലോണം മസാല പിടിക്കുന്നവരേക്ക്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ലേശം മല്ലിയിലയും കറിവേപ്പിലയും നമുക്ക് മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കത് മൂടി വയ്ക്കാം. പാലക്കാടൻ കൊതിയൂറും ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പൊറോട്ടൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മളിത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.